അടുത്ത കാലത്ത് നാഷണൽ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തി. നബാർഡ് നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് ഇന്ത്യയിൽ തന്നെ മിച്ചം, അതായത് കുടുംബങ്ങളിലെ മിച്ചം ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് ഈ കണ്ടെത്തൽ. അതായത് പ്രതികുടുംബ മിച്ചം ഏറ്റവും കുറവുള്ളത് കേരളത്തിൽ ആണത്രേ. 65% വരുന്ന കേരളത്തിലെ കുടുംബങ്ങൾക്ക് മിച്ചമില്ല, അതായത് സമ്പാദ്യമില്ല എന്നാണിത് കാണിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു കണ്ടെത്തലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ആഭ്യന്തര ഉപയോഗത്തിൽ, ഗാർഹിക ഉപഭോഗത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം? അതാണ് ദേശീയ സാമ്പിൾ സർവേയുടെ ഏറ്റവും പുതിയ സർവേ കാണിക്കുന്നത്. 2022-23 സർവേ ആണത്. അതുപ്രകാരം ഇന്ത്യയിൽ ഗാർഹിക ഉപഭോഗത്തിൽ ഒന്നാമതാണ് കേരളം. പൊതുവെ ദാരിദ്ര്യം ഇവിടെ കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. ദരിദ്രരുടെ എണ്ണം ഏറ്റവും കുറവായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഇതിന് രണ്ടിനും ഇടയിലാണ് ഈ ഒരു കണ്ടെത്തൽ. അതായത് നമ്മുടെ ജനങ്ങൾക്ക്, കേരളത്തിലെ 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല, അവർ കടക്കണിയിലാണ് എന്നാണ് കാണിക്കുന്നത്. ഇതൊരു പുതിയ കണ്ടെത്തലല്ല. ഇതിനെ സംബന്ധിച്ച ഒരു ചെറിയ പഠനം കൊച്ചിയിലെ സെൻറ്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന സ്ഥാപനം നടത്തിയ ഒരു പഠനം ഇതേ കണ്ടെത്തലിൽ തന്നെയാണ് എത്തിയത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കേരളത്തിലെ 65% കുടുംബങ്ങളും കടക്കണിയിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടം വാങ്ങി ഉപഭോഗം നടത്തുന്നു. അവർക്ക് അധ്വാനിച്ച് വരുമാനമുണ്ടാക്കി അതിൽ നിന്ന് ഉപഭോഗത്തിന് ശേഷം ഒരു മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് പലവിധ കാരണങ്ങൾ മൂലം മിച്ചം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് നമ്മുടെ സർക്കാർ നയങ്ങൾക്ക് ഒരു പങ്കുണ്ട്. കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ ഏകദേശം 36%, അതായത് തനത് വരുമാനത്തിൽ, കേരളം തന്നെ സമാഹരിക്കുന്ന തനത് വരുമാനത്തിൽ 36% സമാഹരിക്കപ്പെടുന്നത് മദ്യത്തിൽ നിന്നും ഭാഗ്യക്കുറിയിൽ നിന്നുമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം പൊതുവിഭവങ്ങൾ ഖജനാവിലെത്തിക്കുന്ന പാവപ്പെട്ടവരും പുറമ്പോക്കിൽ കിടക്കുന്നവരും മറ്റൊരു സംസ്ഥാനത്തുമില്ല. അപ്പോൾ മിച്ചമില്ലാതെ ആവുന്ന സ്ഥിതിവിശേഷത്തിന് ഒരു കാരണം മദ്യത്തിലൂടെയും ഭാഗ്യക്കുറിയിലൂടെയും പാവപ്പെട്ട ജനങ്ങളുടെ, പുറമ്പോക്കിൽ കിടക്കുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്നും വിഭവങ്ങൾ കവരുന്ന സർക്കാരിൻ്റെ നയമാണ് എന്ന് വരുന്നു. വേറെയും കാരണങ്ങളുണ്ടാകാം. നമ്മുടെ മധ്യവർഗം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ മധ്യവർഗം, അതിലുപരി മധ്യവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്ന് വരുമാനമുള്ളവരുണ്ട്, സർക്കാർ ജോലികളിൽ ഇരിക്കുന്നവരുണ്ട്, പലവിധ വരുമാന മാർഗങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ അതിന് താഴെയുള്ള, അതായത് താഴേക്കിടയിലുള്ള മധ്യവർഗം, ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവർ, സത്യത്തിൽ അവർ അത്രയൊന്നും നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ വരുമാനമുള്ളവരല്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ദാരിദ്ര്യത്തിലും ഒരു കേരള മാതൃകയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ദരിദ്രരും നമ്മുടെ താഴ്ന്ന മിഡിൽ ക്ലാസ് മധ്യവർഗവും ഒന്നും നമ്മുടെ ഉയർന്ന മധ്യവർഗത്തെയും സമ്പന്നരെയും അനുകരിക്കുകയാണ് ഉപഭോഗത്തിൽ.
അവരുടെ ഉപഭോഗം എപ്പോഴും ഉയർന്ന ആൾക്കാരുടെ ഉപഭോഗ രീതികൾ അവർ കോപ്പി ചെയ്യുകയാണ്. അത് ഉടുപ്പിലായാലും നടപ്പിലാണെന്നുണ്ടെങ്കിലും ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഉപഭോഗ വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിലുമൊക്കെ പണക്കാരുടെയും ഉയർന്ന മധ്യവർഗത്തിൻ്റെയും ഉപഭോഗത്തെ അനുകരിക്കുന്നത് മൂലം കടം വാങ്ങിയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരോടൊപ്പം ഒന്നിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരോടൊപ്പം പോകുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ആ വേഷവിധാനങ്ങളോട് കൂടിയാണ് ആൾക്കാർ ഇറങ്ങുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ്? അധ്വാനത്തിലൂടെയല്ല, അതിന് പകരമായിട്ട് കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. കടമെടുക്കുന്നു, അതിൻ്റെ പലിശക്കടിയിൽ പെടുന്നു. അങ്ങനെ ഇതായിരിക്കണം കേരളത്തെ ഈ നബാർഡ് കണ്ടെത്തിയ ഈ പഠന ഫലങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് ന്യായമായും സംശയിക്കണം. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കേരള സർക്കാരിൻ്റെ സത്വരമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. കുടുംബങ്ങളിലെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. അതിനേറ്റവും വേണ്ടത് സർക്കാർ ഏത് വിധേനയും മദ്യത്തെയും ഭാഗ്യക്കുറിയെയും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളിൽ നിന്നുള്ള ഒരു പിന്മാറ്റമാണ്. ഈ പിന്മാറ്റത്തിലൂടെ പടിപടിയായി കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിൽ മിച്ചം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സർക്കാർ എടുക്കണം. ഉദാഹരണമായിട്ട് പാവപ്പെട്ടവർ ഒരു മാസം 100 രൂപ മിച്ചം പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ സർക്കാർ കൂടെ 100 രൂപ അതിലിടും, ഒരു ഇൻസെൻറ്റീവായിട്ട്, ഒരു പ്രോത്സാഹനമായിട്ടിടും എന്നുള്ള രീതിയിലുള്ള ചില പദ്ധതികളെക്കുറിച്ച് ഞാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ ഒരു കർഷക തൊഴിലാളി, അതല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നിർമ്മാണ തൊഴിലാളി 1000 രൂപ സമ്പാദിക്കുന്നുണ്ട്. അയാൾ 20 ദിവസം ജോലി ചെയ്താൽ 20,000 രൂപ സമ്പാദിക്കുന്നു. അതിൽ നിന്ന് ഒരു മാസം ഒരു 10% അതല്ലെങ്കിൽ 5% അവർ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ തത്തുല്യമായ ഒരു തുക സർക്കാരും കൂടെ ഇടുന്ന ഒരു പദ്ധതിയിലൂടെ ഇത്തരത്തിലുള്ള വർധനവ് പ്രേരിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടികളായി മുന്നോട്ട് പോയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്.